ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വാട്ടർ ഫില്ലിംഗ് സ്റ്റിച്ചിങ് ആണ്. കണ്ടോ, ഇത് ഞാൻ രണ്ട് റോ ആയിട്ട് വരച്ച് അതിൻ്റെ മധ്യത്തെ വാട്ടർ ഫില്ലിംഗ് സ്റ്റിച്ചിങ് ഗോൾഡൻ ത്രെഡിൽ ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് വരകൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത ശേഷം അതിനകത്തിൽ താഴെ നിന്ന് മേളിലേക്ക് കൊണ്ടുവന്ന് ഇതിങ്ങനെ ചെയ്ത് പഠിക്കണം. അപ്പോൾ എളുപ്പമായിരിക്കും. ഇങ്ങനെ ചെയ്ത് ഒരു സ്പേസ് ഇട്ട് ഇങ്ങനെ ഇത് ഫസ്റ്റ് ലെവലിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വരച്ച് വെച്ചേക്കുന്നതാണ്. ഞാൻ രണ്ടെണ്ണം വരച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ തുടക്കത്തിൽ ഈ എൻഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ടാക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഇച്ചിരി സ്പേസ് ഇടുക. അതിനുശേഷം താഴേക്ക് ഇതേ സെയിം ഷേപ്പിൽ താഴേക്ക്, അതായത് യു ഇടുകയും എൻ ഇടുകയും ചെയ്യുന്ന പോലെ. ഇത് യു, ഇത് എൻ, അതുപോലെ ഇത് രണ്ടും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ എളുപ്പമാണ്. ഇങ്ങനെ ചെയ്യാം. ഞാനിവിടെ അല്ലാണ്ട് ഒരു റൗണ്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തിൽ അതായത് സിൽക്ക് ത്രെഡിൽ രണ്ട് ഡബിൾ കളർ വെച്ചിട്ടൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇത് ബ്ലൗസിലൊക്കെ ഈ ഫില്ല് ചെയ്യാനുള്ള ഭാഗങ്ങളിലൊക്കെ ഇങ്ങനത്തെ മെത്തേഡ് ഉപയോഗിച്ച് ബ്ലൗസിൽ എംബ്രോയ്ഡറി വർക്കൊക്കെ ഫില്ല് ചെയ്യാൻ ഈസിയാണ്. സോ ഇത് നല്ലൊരു എംബ്രോയ്ഡറി സ്റ്റിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നിങ്ങൾ നല്ലപോലെ ഇതിങ്ങനെ ചെയ്ത് വരയ്ക്കാൻ പ്രാക്ടീസ് ചെയ്യണം. താഴേന്ന് മേളിന്നും മേളിന്നും ഇങ്ങനെ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം. രണ്ടും വര താഴെയും മേളിലും ഇട്ട ശേഷം മധ്യത്തിൽ വെച്ചിട്ട് ആദ്യം ഇങ്ങനെ ചെയ്ത് പഠിക്കണം. അതിനുശേഷം നമുക്കൊരു റൗണ്ട് വരച്ചിട്ട് അതിനകത്തിൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആക്ച്വലി ഈ ചെയിൻ സ്റ്റിച്ചിൽ ചെറിയ സ്റ്റിച്ചുകളാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഇത് ഈസിയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഇത് എങ്ങനെ വരയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യമേ നമ്മൾ രണ്ട് ലൈൻ ഇങ്ങനെ വരയ്ക്കാം. അതിനുശേഷം അതിൽ എൻഡിൽ ഇങ്ങനെ പോലെ ഇങ്ങനെ വന്നിട്ട് അതുപോലെ താഴേന്നും പിന്നെ മേളിലേക്ക്, അവിടുന്ന് നേരെ താഴേക്ക്, അവിടുന്ന് നേരെ ഇങ്ങനെ. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ 2-3 വട്ടം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് നീഡിൽ നമ്പർ, ഞാൻ എടുത്തേക്കുന്ന നീഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ 14 എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ചെറിയതായിട്ട്, ഞാൻ ഗോൾഡൻ ത്രെഡ് എടുത്തേക്കുന്നത്, അപ്പോൾ ചെറുതായിട്ട് എൻഡ് തൊട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ചെറിയ ചെയിൻ സ്റ്റിച്ചാണ് ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വരച്ചേക്കുന്നതിനകത്തൂടെ അങ്ങനെ രണ്ട് കളറൊക്കെ വെച്ചിട്ട് ചെയ്യാം, ഒറ്റ കളർ വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ചെറിയ സ്റ്റിച്ച് കൊടുത്ത് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എൻഡ് നോട്ട് കൊടുത്ത് ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ സ്റ്റിച്ചുകൾ ഇത് ഈസിയാണ്. നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇടാൻ അറിയാവുന്നവർക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും ഇത്. അപ്പം ഇത് ലാസ്റ്റിൽ വരുമ്പോൾ എൻഡ് നോട്ട് ഇട്ട് ക്ലോസ് ചെയ്യാം. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് my channel. Thank you so much for watching my video. God bless you.